എല്ലാവർക്കും നമസ്കാരം. PSC ഇൻസൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഡിസംബർ മാസത്തിലെ പ്രധാന ആനുകാലികങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം: കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് വരുന്നത് എവിടെയാണ്? നെട്ടുകാൽത്തേരി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്? പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പോലീസുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതി? ബോധ്യം. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി? PR രമേശ്. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? 102. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? രാജ്കുമാർ ഗോയൽ. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകശക്തികളെ ഉൾപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ പദ്ധതിയിടുന്ന പുതിയ സഖ്യം? കോർ 5. ശ്രീലങ്കയിൽ കനത്ത പ്രളയത്തിനിടയാക്കി ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ്? ഡിറ്റ്വ. വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനംവകുപ്പ് പദ്ധതി? മധുവനം പദ്ധതി. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം? അഹമ്മദാബാദ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന് നൽകുന്ന പേര്? സേവാ തീർത്ത്. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിന്റെ പ്രസാധകരായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തെരഞ്ഞെടുത്ത 2025 വാക്ക്? റേഞ്ച് ബെയ്റ്റ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം? ജപ്പാൻ. 2025 ഡിസംബറിൽ VD സവർക്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടതെവിടെ? പോർട്ട് ബ്ലെയർ. 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രം? സ്കിൻ ഓഫ് യൂത്ത്. രാജ്യത്ത് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര്? ലോക് ഭവൻ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായതാര്? ഹർമൻപ്രീത് കൗർ. അവയവദാനത്തിന് കേരളത്തിൽ പുതിയ പദ്ധതി? കേസ് ഓട്ടോ. 2027 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരം? ബാംഗ്ലൂരു. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റഡോസ് വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം? ബ്രസീൽ. മഹാപരിനിർവാൺ ദിവസായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനം? ഡോക്ടർ BR അംബേദ്കർ. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടണിന് പകരമായി ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം? എൻഡ് ബട്ടൺ. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം? ഡിസംബർ 3. 2025 ഇന്ത്യൻ നാവികസേനാ ദിനാഘോഷങ്ങൾക്ക് വേദിയായ സ്ഥലം? ശംഖുമുഖം. ഭിന്നശേഷി കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ ശ്രേഷ്ഠ ദിവ്യങ് ബാലക് പുരസ്കാരം ലഭിച്ച മലയാളി വിദ്യാർത്ഥി? മുഹമ്മദ് യാസിൻ. അടുത്തിടെ മണ്ണു തടാകം ആരംഭിച്ച സംസ്ഥാനം? മേഘാലയ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നതെവിടെ? കുർനൂൽ. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത്? കേരളം. ദേശീയ അണ്ടർ 17 ജൂനിയർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം? മഹാരാഷ്ട്ര. ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം? രോഹിത് ശർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് വിമാനത്താവളമായി മാറിയത്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹി. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത്?
പി മോഹനൻ. 2025 ഡിസംബറിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതയായത് സിസ തോമസ്. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ യുദ്ധക്കപ്പലിന്റെ പേരെന്ത്? INS താരഗിരി. ലോക മണ്ണുദിനം എന്ന്? ഡിസംബർ 5. ഇന്ത്യയുടെ 27ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഇഷ ശർമ്മ. കരിയറിൽ 14 തവണ ഒരു വർഷം 40-ലധികം ഗോളുകൾ നേടുന്ന ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. എസ് ജയചന്ദ്രൻ നായർ സ്മാരക പുരസ്കാരം 2025 നേടിയതാര്? NRS ബാബു. ഇന്ത്യയിൽ 5-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പൽ INSV കൗണ്ഡിന്യ. കേരള കാർട്ടൂൺ അക്കാദമി ഐക്കൺ പദവി നൽകി ആദരിക്കുന്ന അനിമേഷൻ ചിത്രകാരൻ സുരേഷ് എറിയാട്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. DRDO 2025 ഡിസംബറിൽ പരീക്ഷിച്ച ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് പിനാക. 2025 മികച്ച വെൽനസ് ഡെസ്റ്റിനേഷൻ കേരളം. സാഹിത്യ കലാ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നിയമസഭ രാജ്യാന്തര പുസ്തകോത്സവത്തോട് അനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആര്? NS മാധവൻ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി രാജൻ ഗുരുക്കൾ. രാജ്യാന്തര 2020 മത്സരത്തിൽ 8 വിക്കറ്റുകൾ വീഴ്ത്തുന്ന ആദ്യ താരം സോനം യഷി. കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത കുട്ടികളുടെ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി, അപ്ഗ്രഡേഷൻ എന്നിവയ്ക്കായി ധനസഹായം നൽകുന്ന പദ്ധതി ശ്രുതി തരംഗം. പുതിയ സ്മാർട്ട് ഫോണുകളിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ഉത്തരവ് പിൻവലിച്ച ആപ്പ് സഞ്ചാർ സാഥി. അടുത്തിടെ GI ടാഗ് ലഭിച്ച അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നം ഡാവോ. 2025 മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ആക്രമിക്കപ്പെട്ട പാക് വ്യോമതാവളം നൂർഖാൻ വ്യോമതാവളം. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മാംഗ്ലേവ് ട്രെയിൻ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയത് ഏത് രാജ്യത്തിലാണ്? ചൈന. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ താരം സ്മൃതി മന്ധാന. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയ താരം മാഗ്നസ് കാൾസൻ. മനുഷ്യരെപ്പോലെ പെരുമാറുകയും ഉപയോക്താക്കളുമായി വൈകാരികമായ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധി സങ്കേതങ്ങളെ നിയന്ത്രിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചൈന. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് നടന്നത് എവിടെ? തിരുവനന്തപുരം. റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ജിയോ സെല്ലുകൾക്ക് പകരം ചണത്തിലുള്ള ജിയോ സെല്ല് വികസിപ്പിച്ച സ്ഥാപനം സൂറത്ത് കൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കർണാടക. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിത്രശലഭ വൈവിധ്യമുള്ള സംസ്ഥാനം കേരളം. ലോകത്തിലെ ആദ്യ ഹരിത പാർലമെന്റേറിയൻ 2025 ഡിസംബറിൽ അന്തരിച്ചു. പേരെന്ത്? ഡാനിയേൽ ബ്രെലാസ്. 190 വർഷങ്ങൾക്ക് മുമ്പ് ഗാലപ്പഗോസ് ദ്വീപിൽ നിന്നും അപ്രത്യക്ഷമായി വംശനാശം വന്നുവെന്ന് കരുതിയിരുന്ന പക്ഷി ദ്വീപിലേക്ക് തിരിച്ചെത്തി. പക്ഷിയുടെ പേരെന്താണ്? ഗാലപ്പഗോസ് റെയിൽ. ഹൃദയപേശികൾ അസാധാരണമായി കട്ടിയാകുന്ന രോഗാവസ്ഥ ഹൈപ്പർട്രോഫി കാർഡിയോമിയോപ്പതി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഹൃദയാഘാത സാധ്യതകൾ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കാൻ കഴിയുന്ന പുതിയ രക്തപരിശോധന വികസിപ്പിച്ചത് ഏത് കോളേജിലെ ഗവേഷകരാണ്? ലണ്ടനിലെ ഇംപീരിയൽ കോളേജ്. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുത തീവണ്ടി ഓടിത്തുടങ്ങിയ വർഷം 1925. അങ്കണവാടിയിലൂടെ 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുന്ന കുടുംബശ്രീയുടെ പൂരക പോഷകാഹാരം ഏതാണ്? അമൃതം ന്യൂട്രി മിക്സ്.
ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറവ് പന്തുകളിൽ നിന്നും 3000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് നേടിയത് ആര്? ഹാരി ബ്രൂക്ക്. ഏത് ശാസ്ത്രീയ നാമത്തിലുള്ള തേയിലച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവയെ മാത്രമാണ് ഇനി മുതൽ ചായ എന്ന ലേബലിൽ വിൽക്കാൻ പാടുള്ളൂവെന്ന് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നിർദ്ദേശിച്ചത്? കമീലിയ സിനിസിസ്. ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സൊമാലിലാൻഡിനെ രാജ്യമായി അംഗീകരിച്ച ആദ്യ വിദേശ രാജ്യം? ഇസ്രായേൽ. ഫിഡെ ചെസ് റേറ്റിംഗ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരം? സർവജ്യ സിംഗ് കുശ്വാഹ. ശ്രീനാരായണ ഗുരു അഥവാ അഭിനവ ബുദ്ധൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? പി വാസുദേവൻ. വന്യമൃഗശല്യം തടയാൻ കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതി ആരംഭിച്ച വന്യജീവി സങ്കേതം? നെയ്യാർ വന്യജീവി സങ്കേതം. മലയാളികൾക്ക് സ്വദേശം കേരളമാണെന്നും സ്ഥിരതാമസക്കാരാണെന്നും തെളിയിക്കാനുള്ള ആധികാരിക രേഖയായി സംസ്ഥാന സർക്കാർ പുതുതായി നൽകുന്ന കാർഡ്? നേറ്റിവിറ്റി കാർഡ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്? വി രാജേഷ്. രാജ്യാന്തര വനിതാ 2020-യിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമെന്ന റെക്കോർഡിൽ ഓസ്ട്രേലിയയുടെ മേഗൻ ഷൂട്ടിനൊപ്പമെത്തിയ ഇന്ത്യൻ താരം? ദീപ്തി ശർമ്മ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? പ്രൊഫസർ KN ഹരിലാൽ. രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാര്? ഇന്ത്യൻ ക്യാപ്റ്റനായ ഹർമൻപ്രീത്. ഇന്ത്യയിലെ ആദ്യത്തെ എലവേറ്റർ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് എവിടെ? യലഹങ്ക, ബാംഗ്ലൂർ. ഇന്ത്യയിൽ പണിയ വിഭാഗത്തിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സണാകുന്ന ആദ്യ വ്യക്തി? വി വിശ്വനാഥൻ, കൽപ്പറ്റ നഗരസഭയിൽ നിന്നാണ്. ശിവഗിരി മഠത്തിന്റെ ശതാബ്ദി സമ്മേളനത്തിന് വേദിയായ സ്ഥലം? മംഗലാപുരം. 2025 ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിച്ച റഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക TV ചാനൽ? റഷ്യ ടുഡേ. ചൈന നിർമ്മിച്ച ലോകത്തെ ഏറ്റവും നീളം കൂടിയ വേഗപാത തുരങ്കത്തിന്റെ പേര്? ദ ടിയാൻഷൻ ഷെൻഗിൽ ടണൽ. ഇന്ത്യയിൽ നിന്നും LVM-3 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ച ഭാരമേറിയ ഉപഗ്രഹമേത്? ബ്ലൂബേർഡ് ബ്ലോക്ക്. ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ഏത്? നാപ്പൊളി. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ ഗവേണൻസ് ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച കേരള പദ്ധതി? ഡിജി കേരളം. ക്യാൻസർ കോശങ്ങളിലേക്ക് നേരിട്ട് മരുന്ന് കുത്തിവയ്ക്കാൻ കഴിയുന്ന നാനോ സൂചികൾ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം? IIT മദ്രാസ്. 2025 ഡിസംബർ 23 അന്തരിച്ച പ്രമുഖ ഹിന്ദി സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി? വിനോദ് കുമാർ ശുക്ല. രാജ്യാന്തര 2020-യിൽ ഒരു ഓവറിന് 5 വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരം ആര്? ഗ്രീഡി പ്രിയാന്താന. 2025-ലെ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്? FC ഗോവ. ഇന്ത്യയിലെ 8ാമത്തെ കേന്ദ്ര ഫോറൻസിക് ലാബ് സ്ഥാപിക്കുന്നത് എവിടെ? തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ 4ാം ഘട്ടമായ ടെക്നോ സിറ്റിയിൽ. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന യുവജനങ്ങൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി? പോഡ, പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. പൊതുമുതലുകളുടെ നവീകരണവും സംരക്ഷണവും ലക്ഷ്യമിട്ട് നാഷണൽ സർവീസ് സ്കീം ആരംഭിച്ച പദ്ധതി? ഫീനിക്സ് പുനർജനി. ഇന്ത്യയിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യ ജില്ലാതല ഗവൺമെന്റ് ആശുപത്രി? എറണാകുളം ജനറൽ ആശുപത്രി. കേരള അഗ്രോ ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് വേദി എവിടെ? തിരുവനന്തപുരം. KPSCയുടെ 68ാമത് നാടകമായ ഭഗവന്തി ആരുടെ ഏതു കഥയെ ആസ്പദമാക്കിയുള്ളതാണ്? M മുകുന്ദന്റെ ഒരു ദലിത് യുവതിയുടെ കഥനകഥ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കുന്ന US ടെലികോം കമ്പനി AST സ്പേസ് മൊബൈലിന്റെ വാർത്താവിനിമയ ഉപഗ്രഹമേത്? ബ്ലൂബേർഡ് 6. ന്യൂസിലൻഡിൽ മാത്രം കാണുന്ന അപൂർവ പക്ഷിയിനം? ടാക്കഹെ.
കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്? CMS കോളേജ്, കോട്ടയം. യുവേഫ യൂത്ത് ലീഗ് ഫുട്ബോൾ കളിച്ച ആദ്യ ഇന്ത്യക്കാരനായ മുംബൈ മലയാളി? യൊഹാൻ ബെഞ്ചമിൻ. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ തുൽഹസ്തി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ചെനാബ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയുടെ പേര്? അരിതമൻ. ദേശീയ ഗണിത ദിനം? ഡിസംബർ 22. 35-60 പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി? സ്ത്രീ സുരക്ഷാ പദ്ധതി. തിരുവനന്തപുരത്ത് നടന്ന 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി അധ്യക്ഷൻ? മുഹമ്മദ് റസൂലോഫ്. 2025 ദുരന്ത നിവാരണ ലോക ഉച്ചകോടിക്ക് വേദി? ഡെറാഡൂൺ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത കുറഞ്ഞ വളപ്രയോഗത്തിലൂടെ കൂടുതൽ വിളവ് നൽകുന്ന പുതിയ ഇനം മരച്ചീനി? മന്ന. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ പുതിയതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം? ദീപാവലി. 10 തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ്? നിതീഷ് കുമാർ. അന്താരാഷ്ട്ര നാണയനിധി ലോകത്ത് ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ സംവിധാനം? UPI. ഡിജി കേരളം പദ്ധതിക്കും കൈറ്റിനും ദേശീയ പുരസ്കാരം ലഭിച്ചത് ഏത് ചടങ്ങിലാണ്? 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ റിപ്പോ നിരക്ക് എത്ര? 5.25%. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരത്തിന് അർഹനായ അമേരിക്കൻ പ്രസിഡന്റ്? ഡൊണാൾഡ് ട്രംപ്. വാർണർ ബ്രദേഴ്സ്, HBO എന്നീ കമ്പനികളെ സ്വന്തമാക്കി ഹോളിവുഡിലെ ഏറ്റവും വലിയ കമ്പനിയായി മാറിയത്? നെറ്റ്ഫ്ലിക്സ്. രാജ്യത്തെ ഭാഷാപരമായ അന്തരം ഒഴിവാക്കാനായി വൊക്കേഷണൽ പാഠ്യപദ്ധതിയിൽ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകൾ ഉൾപ്പെടുത്തിയ സംസ്ഥാനം? ഉത്തർപ്രദേശ്. 2025 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം? ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. ഫ്രഞ്ച് സർക്കാരിന്റെ നൈറ്റ് ഓഫ് ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതി ലഭിച്ച മലയാളി? JVDC. 2027 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? ബംഗളൂരു. ദേശീയ അണ്ടർ-17 ജൂനിയർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം? മഹാരാഷ്ട്ര. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ യുദ്ധക്കപ്പലിന്റെ പേര്? INS താരഗിരി. ഗൂഗിൾ പുറത്തുവിട്ട ഇയർ ഇൻ സെർച്ച് 2025 പട്ടികയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരയപ്പെട്ട വ്യക്തിയാര്? വൈഭവ് സൂര്യവംശി. 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ജില്ല? തിരുവനന്തപുരം. പേവിഷബാധ പരിശോധിക്കുന്നതിനുള്ള സ്യൂഡോ വൈറസ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ സ്ഥാപനം? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, തോന്നയ്ക്കലാണിത്. 2025 പെറ്റ ഇന്ത്യ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഏറ്റവും വെഗൻ ഫ്രണ്ട്ലി സിറ്റി ഏതാണ്? കൊൽക്കത്ത. മലേഷ്യയിൽ നടന്ന സുൽത്താൻ അസൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ ഏത് രാജ്യത്തോടാണ് പരാജയപ്പെട്ടത്? ബെൽജിയം. കേന്ദ്ര സർക്കാരിന്റെ ചിപ്സ് ടു സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ ഭാഗമായി വാഹനങ്ങളിൽ ഉപയോഗിക്കാവുന്ന AI ചിപ്പുകൾ രൂപകൽപ്പന ചെയ്ത കേരളത്തിലെ കോളേജ്? IHRD മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, കൊച്ചി. ഇന്ത്യ 2025-29 കാലയളവിലേക്ക് ഏത് അന്താരാഷ്ട്ര സമിതിയിലേക്കാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? യുനെസ്കോ എക്സിക്യൂട്ടീവ് ബോർഡ്. 2025 ഡിസംബറിൽ 175 വർഷത്തിന് ശേഷം വയനാട് വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ വംശനാശം സംഭവിച്ചെന്ന് കരുതിയ അപൂർവ പരാദസസ്യം? കാംബെല്ലിയ ഓറന്റിയാക്ക. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോൾ കിരീടം നേടിയത്? കാലിക്കറ്റ് സർവകലാശാല. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കായി അലാസ് എന്ന പേരിൽ ആദ്യമായി തദ്ദേശീയ AI സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത സ്റ്റാർട്ടപ്പ് കമ്പനി? ന്യൂറാലിക്സ് AI. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? വിശാഖപട്ടണം. 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് വേദി?
ജപ്പാൻ. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ്ബോളിൽ ജേതാക്കളായത് MG സർവകലാശാല. LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായതാര്? രാമകൃഷ്ണൻ ചന്ദർ. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായത് ലുവാന ലോപ്പസ് ലാറ. ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെ ഉൾപ്പെടെ സാമൂഹിക ബഹിഷ്കരണത്തിന് ഇരയാകുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന സംസ്ഥാനം കർണാടക. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായി അധിക ചുമതലയേറ്റ വ്യക്തി പ്രവീൺ കുമാർ. നിലവിലെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മേധാവിയാണ് പ്രവീൺ കുമാർ. 2025 ക്രോസ്വേർഡ് പരിഭാഷാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ദി ഡേ ദി എർത്ത് ബ്ലൂംഡ് ഏത് മലയാളം നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? നിലം പൂത്തു മലർന്ന നാൾ. മനോജ് കുറൂറിന്റെ നോവലാണ്. 2026 ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിന്റെ ചെഫ് ഡി മിഷനായി നിയമിതനായത് സഹദേവ് യാദവ്. രാജ്യത്തിലെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് റൂട്ട് ഡൽഹി ടു പാറ്റ്ന. ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലെത്തിയ ടെലികോം കമ്പനി റിലയൻസ് ജിയോ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം നിലവിൽ വന്നത് ഗാൽവാൻ വാലി, ലഡാക്കിലാണിത്. ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ആഴമേറിയ ഗുഹയായ വെരിയോക്കിന ഗുഹ എവിടെയാണ്? അപ്പോൾ വേഗം തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തിക്കോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.